ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്ക് അടുത്ത ഒരു ടോപ്പിക്ക് തുടങ്ങാം. ഇന്ന് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ക്ലാസ് എന്ന് പറയുന്നത് നമ്മളുടെ CPC എക്സാമിന് 4/3 പറഞ്ഞിരിക്കുന്ന ടോപ്പിക്ക്, അതിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ശരിക്കും നമുക്ക് തന്നിരിക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് മോഡ്സ് ഓഫ് എക്സിക്യൂഷൻ, സബ്സിസ്റ്റൻസ് അലവൻസ്, ഗാർണിഷ് ഓർഡർ, പ്രൊക്ലമേഷൻ, റിസർച്ച്, ഇന്റർപ്രിറ്റർ സ്യൂട്ട്സ് ബൈ ഓർ അഗൈൻസ്റ്റ് ഗവൺമെന്റ്. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ടോപ്പിക്കിനെ പറ്റി എല്ലാവർക്കും നല്ല ബോധ്യമുണ്ടല്ലോ. ഡിഫറെന്റ് മോഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് സെക്ഷൻ 36 മുതൽ 74 CPCക്കകത്ത് രണ്ട് രീതിയിലാണ് ആ സെക്ഷൻസ് അതിന്റെ കൺസെപ്റ്റ് മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, സെക്ഷനകത്ത് അതിന്റെ ഡെഫിനിഷനും മറ്റുള്ള സംഭവങ്ങളും സബ്സ്റ്റാൻറ്റീവായിട്ടുള്ള പോർഷൻസ് ഒക്കെ സെക്ഷൻസിനകത്തും അതിന്റെ അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ് എന്നുള്ളത് അതിന്റെ സബ്സിക്വന്റ് അതിന്റെ റിലേറ്റഡ് ഓർഡേഴ്സിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ശരിക്കും സെക്ഷൻസിനകത്ത് പറഞ്ഞിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻസിനകത്ത് 36 മുതൽ 74 വരെയും, അതേപോലെ ഓർഡർ 21 ആണ് അതിന്റെ പ്രൊസീജിയറായിട്ട് ഈ സെക്ഷന്റെ ഡെഫിനിഷൻ സെക്ഷൻസ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിന്റെ പ്രൊസീജിയേഴ്സ് ഓർഡർ 21 പറഞ്ഞത്. അപ്പൊ നമ്മുടെ പർട്ടിക്കുലർ ടോപ്പിക് എന്ന് പറയുന്നത് മോഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. നമ്മുടെ അടുത്ത 69 ഇന്റർണൽ എക്സാം. അപ്പൊ അതിന് മോഡ് ഓഫ് എക്സിക്യൂഷൻ പർട്ടിക്കുലർലി പറയുകയാണെങ്കിൽ അത് സെക്ഷൻസ് 36 മുതൽ 74 കുറച്ച് സെക്ഷൻസും, അതേപോലെ റൂൾസ് ഓർഡർ 21 റൂൾസ് 30 ഓൺവേർഡ്സ് ആണ്. അപ്പൊ അതാണ് ഇന്ന് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്. വേറെ വല്ലതും എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നോക്കാം. ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് മോഡ്സ് ഓഫ് എക്സിക്യൂഷൻ അതിനെ പറ്റിയാണല്ലോ നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഡിഫറെന്റ് മോഡ്സ് ഓഫ് എക്സിക്യൂഷൻ, അത് എക്സിക്യൂഷൻ എന്താണ് എന്നുള്ളത് ആദ്യം നോക്കാം. എന്താണ് എക്സിക്യൂഷൻ? ഒരു ഡിഗ്രി നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഡിഗ്രി ആർക്ക് എഗൻസ്റ്റ് ആണോ വന്നിരിക്കുന്നത് അത് ജഡ്ജ്മെന്റ് ലെറ്ററും, ഇനി ആർക്ക് അനുകൂലമായോ വന്നിരിക്കുന്നത് അതിനെ ഡിഗ്രി ഹോൾഡർ എന്ന് പറയും. അപ്പം ഒരു ഡിഗ്രി ആദ്യം നമ്മൾ പ്ലെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു, പല പ്രോസസ്സ് കഴിഞ്ഞിട്ട് അതിനൊരു ഫൈനൽ ഒരു ഡിഗ്രി വന്നു. ഡിഗ്രിയാണ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് കിട്ടേണ്ടത്. ആ ഡിഗ്രി എന്താണ്? അത് ഫൈനൽ സ്റ്റേജ് ഓഫ് എ ലിറ്റിഗേഷൻ. ഒരു സ്യൂട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ ഫൈനൽ സ്റ്റേജ് ആണ്, ലിറ്റിഗേഷന്റെ അവസാനത്തെ സ്റ്റേജ് ആണ് ഡിഗ്രി ഒബ്റ്റൈൻ ചെയ്യാനുള്ളത്. ആ ഡിഗ്രി ആർക്ക് അനുകൂലമായിട്ട് ആണ് കിട്ടിയിരിക്കുന്നത് അത് ഡിഗ്രി ഹോൾഡർ ആണ്. ഇനി RJ ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് രണ്ടും മനസ്സിലായല്ലോ. ഡിഗ്രി ഹോൾഡറും ജഡ്ജ്മെന്റ് ലെറ്ററും രണ്ടും മനസ്സിലായല്ലോ. അത് ക്ലിയർ ആണോ? ഞാൻ പറയുന്നതൊക്കെ ക്ലിയർ ആണോ? കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, കാണാൻ പറ്റുന്നു, കേൾക്കാൻ പറ്റുന്നു, മനസ്സിലാവുന്നു എന്നുള്ള ധാരണയിൽ ഞാൻ അടുത്ത ഇതിലേക്ക് പോവാണ്. ഓക്കെ, ദെൻ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ നന്നായിരിക്കും. കാരണം എനിക്ക് ഇത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് റെസ്പോണ്ട് ചെയ്താൽ നന്നായിരിക്കും. ഓക്കെ, താങ്ക് യു. ദെൻ നെക്സ്റ്റ്, ഈ എക്സിക്യൂഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ദാറ്റ് ഇസ് എ ഫൈനൽ സ്റ്റേജ് ഓഫ് ലിറ്റിഗേഷൻ. ഇനി that has to be enforced to ensure a degree holder
എന്താ പറയുക ആക്ച്വൽ ബെനിഫിറ്റ് കിട്ടിയെന്ന് ഡിഗ്രി ഓഫ് കിട്ടി എന്ന് എൻഷുർ ചെയ്യുന്നത് എങ്ങനെയാണ്? അത് ത്രൂ എൻഫോഴ്സ്മെന്റ് ആണ്. അതിനും കോടതിയിൽ നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുക്കണം. ഈ ആക്ച്വൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ റിലീഫ് ഗ്രാൻഡഡ് അവർക്ക് കിട്ടി എന്ന് ഉറപ്പുവരുത്തുന്ന ആ കൂടി കിട്ടി എന്ന് ഉറപ്പുവരുത്തുന്ന എൻഫോഴ്സ് ചെയ്യുന്ന സംഭവമാണ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഇറ്റ് ഇൻവോൾവ്സ് എ കമ്പലിംഗ് ദ ജഡ്ജ്മെന്റ് ഡെപ്റ്റർ ടു കംപ്ലൈ ദ കോർട്ട്സ് മാൻഡേറ്റ്. കോർട്ട്സിന്റെ മാൻഡേറ്റ് കംപ്ലൈ ചെയ്യാൻ ജഡ്ജ്മെന്റ് ഡെപ്റ്ററിനെ ശരിക്കും അവിടെ കമ്പൽ ചെയ്യിക്കുന്നുണ്ട്. എന്താണ് കമ്പലിംഗ് ദ ജഡ്ജ്മെന്റ് ഡെപ്റ്റർ. എന്തിനു വേണ്ടിയിട്ടാണ്? ടു കംപ്ലൈ ദ കോർട്ട്സ് മാൻഡേറ്റ്. കോർട്ട്സിന്റെ മാൻഡേറ്റ് എന്താണ്? കോർട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ ശരിക്കും എന്താണ് കംപ്ലൈ ചെയ്യിക്കാന് ഈ ജഡ്ജ്മെന്റ് ഡെപ്റ്ററെ കമ്പൽ ചെയ്യുന്നു. അതാണ് ഇവിടെ ഈ എക്സിക്യൂഷനിൽ നടക്കുന്നത്. അപ്പൊ ഈ പ്രോസസ് എന്ന് പറയുന്നത് എന്താണ് അതിന്റെ ഉദ്ദേശം എന്താണ്? It is considered as complete when degree holder has realized the fruits of the degree. ഡിഗ്രിയുടെ ഫ്രൂട്ട്സ്, ഡിഗ്രിയുടെ ഫലം കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം, ഡിഗ്രിയുടെ ഫലം കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ശരിക്കും എന്താണ് ഡിഗ്രി ഹോൾഡർ അത് ഫ്രൂട്ട്ഫുള്ളി അത് എൻജോയ് ചെയ്യാൻ പറ്റിയ എന്ന് നമുക്ക് പറയാൻ പറ്റുക. അപ്പൊ എന്തൊക്കെയാണ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്? എന്താണ്? there is a final stage of litigation, then it ensures that or it enforces that the degree holder receives the actual benefit. It compels the judgment director to complete the court mandate, and also എന്താണ് ഡിഗ്രി ഒരു ഫ്രൂട്ട്ഫുൾ ആണ് എന്ന് നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? ഇത് ഡിഗ്രി റിയലൈസ് ചെയ്ത് കഴിയുമ്പോഴാണ്. അപ്പം അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് എക്സിക്യൂഷൻ? എന്ന് പറയുന്നത് സംഭവമാണ് ഇത്രയും. ഈ 4 സ്പ്ലിറ്റ് ബുള്ളറ്റിൻ പോയിന്റ്സ് ആയിട്ട് ഞാൻ പറഞ്ഞേക്കുന്നത്. ഇനി നമ്മുടെ ടോപ്പിക് എന്താണ്? മോഡ്സ് ഓഫ് എക്സിക്യൂഷൻ ഓഫ് എ ഡിഗ്രി. എന്താണ് മോഡ്സ്? എന്തൊക്കെയാണ് അതിന്റെ മോഡ്സ് എന്നുള്ളതാണ് അടുത്ത പോർഷൻ. നമുക്ക് അതിന്റെ മോഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാനാണെങ്കിൽ ഇനി നട്ഷിൽ നമുക്ക് പറയാം എന്താണ് പേയ്മെന്റ് ഓഫ് മണി, അത് നടപ്പാക്കി എടുക്കുക. സ്പെസിഫിക് മൂവബിൾ പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ എങ്ങനെയാണ് ഡിഗ്രി അത് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അടുത്തത് മൂന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് തേർഡ് എന്ന് പറയുന്നത് സ്പെസിഫിക് പെർഫോമൻസ് ഇൻജങ്ഷൻ റൂൾ എന്ന് പറയുന്നത് 32 മുതൽ 33 ഓർഡർ 21 32 മുതൽ 33 വരെയാണ്. അടുത്തത് എക്സിക്യൂഷൻ ഓഫ് എക്സിക്യൂഷൻ, അത് നടപ്പിലാക്കുന്ന സംഭവമാണ് റൂൾ 32. അതാണ് അടുത്ത 4ാമത്തെ ടൈപ്പ് മോഡ് ഓഫ് എക്സിക്യൂഷൻ. 5ാമത്തെ ടൈപ്പ് മോഡ് ഓഫ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? 5ാമത്തെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സംബന്ധിച്ച എന്തെങ്കിലും ആണ് ആ ഡിഗ്രിക്കകത്ത് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുക. അതാണ് റൂൾ 35-ഉം റൂൾ 36-ഉം. റൂൾ 35-ഉം റൂൾ 36-ഉം പറഞ്ഞിരിക്കുന്നത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അതിനെ സംബന്ധിച്ച ഒരു ഡിഗ്രി എങ്ങനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കിട്ടുക എന്നുള്ളതാണ്. അടുത്തത് 6ാമത് അറ്റാച്ച്മെന്റ് ആൻഡ് സെയിൽ ഓഫ് പ്രോപ്പർട്ടി. സെക്ഷൻ attachment and sale of property, section 60 to 61. Section 60 to 61 അതേപോലെ റൂൾസ് ഓർഡർ 21-നകത്ത് റൂൾസ് 41 to 59 അതാണ് അറ്റാച്ച്മെന്റ് ആൻഡ് സെയിൽ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അടുത്തത് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 55 to 59. ആ റൂൾസ് ഏതാണ്? ഓർഡർ 21-ലെ റൂൾസ് ഏതൊക്കെയാണ്? 37 to 90 അതാണ്. ഇനി അപ്പോയിന്റ്മെന്റ് ഓഫ് റിസീവർ ഉണ്ട്. അതേപോലെ തന്നെ ക്രോസ് ഡിഗ്രീസ്, ക്രോസ് ക്ലെയിംസ്, അതർ അഡീഷണൽ മോഡ്സ്, അങ്ങനെ പല മോഡ്സ് ഓഫ് എക്സിക്യൂഷൻ ഉണ്ട്.
അപ്പോൾ ഏതൊക്കെയാണ് മോഡ്സ് ഓഫ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഒന്ന്, പേയ്മെന്റ് ഓഫ് മണി. രണ്ട്, സ്പെസിഫിക് മൂവബിൾ പ്രോപ്പർട്ടി എക്സിക്യൂട്ട് ചെയ്യുക, അതിന്റെ ഡിഗ്രി എക്സിക്യൂട്ട് ചെയ്തെടുക്കുക. മൂന്നാമത്തെ, സ്പെസിഫിക് പെർഫോമൻസ്, ഇൻജങ്ഷൻ, റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജിഗൽ റൈറ്റ്സ്. ഇതിൽ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന ഡിഗ്രി എക്സിക്യൂട്ട് ചെയ്തെടുക്കുക. അടുത്തത്, ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ്, അതിനെപ്പറ്റി ഉള്ള ഒരു ഡിഗ്രി എക്സിക്യൂട്ട് ചെയ്തെടുക്കുക. ഇനി ഈ മൂവബിൾ പ്രോപ്പർട്ടിയെ സംബന്ധിച്ച ഒരു ഡിഗ്രി ചിലപ്പോൾ പാർട്ടീഷൻ ആവാം, അല്ലെങ്കിൽ സെയിൽ ആവാം. അങ്ങനെ പല മൂവബിൾ പ്രോപ്പർട്ടിയെ സംബന്ധിച്ചുള്ള ഏതാണ് പാർട്ടീഷൻ, പൊതുവെ നമുക്ക് ജനറലി വേണമെങ്കിൽ പാർട്ടീഷൻ എന്ന് പറയാം. അപ്പം അങ്ങനെയുള്ള ഒരു ഡിഗ്രി ആണെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്ത് എടുക്കുക. അപ്പൊ ഇത് നിങ്ങൾ വായിക്കേണ്ടത് പറഞ്ഞാൽ എക്സിക്യൂഷൻ ഓഫ് ഡിഗ്രി ഒബ്റ്റെയിൻഡ് ഇൻ ഫേവർ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്നാണ് ശരിക്കും അവിടെ വരേണ്ടത്. അപ്പൊ അങ്ങനെ വായിക്കണം. അപ്പം അറ്റാച്ച്മെന്റ് ആൻഡ് സെയിൽ ഓഫ് പ്രോപ്പർട്ടി, അത് സെക്ഷൻ 60 മുതൽ, അത് ആറാമത്തത്. ഇനി ഏഴാമത്തത് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ. അടുത്തത് അപ്പോയിന്റ്മെന്റ് ഓഫ് റിസീവർ. പിന്നെ ഒമ്പതാമത്തത് ക്രോസ് ഡിഗ്രീസ്, ക്രോസ് ക്ലെയിംസ് ആൻഡ് അതർ അഡീഷണൽ മോഡ്സ്. പത്താമത്തെ എന്താണ്? അറ്റാച്ചിങ് പവർ ഓഫ് ഓവർ റീച്ചിങ് ദ പവർ ഓഫ് സെക്ഷൻ 51. അത് അടുത്ത ഞാൻ ഏറ്റവും അവസാനം പറയാം എന്താണെന്ന്. അപ്പൊ ഇതിനെപ്പറ്റി ഒന്ന് ഇത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ ഒന്ന് പ്രസന്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ പേയ്മെന്റ് ഓഫ് മണി, ഒരു മണി ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ, ഒരു മണി ഡിഗ്രി ഹോൾഡർക്ക് കിട്ടി, അയാൾക്ക് അനുകൂലമായിട്ട് കിട്ടി. ഡിഗ്രി ഹോൾഡർക്ക് കിട്ടിയ മണി ഡിഗ്രി അയാൾ എക്സിക്യൂട്ട് ചെയ്തെടുക്കണം. അപ്പം എക്സിക്യൂഷൻ പെറ്റീഷൻ EP ഫയൽ ചെയ്തു. EP ഫയൽ ചെയ്തിട്ട് എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്താണ് അതിന്റെ ഇഫക്റ്റ്? എന്താണ്? എ മോണിറ്ററി ഡിഗ്രി മേ ബി എൻഫോഴ്സ്ഡ് ബൈ, ഒന്നുകിൽ ജഡ്ജ്മെന്റ് ഡയറക്ടറെ സിവിൽ പ്രിസണിൽ ഡിറ്റെയിൻ ചെയ്യാം, ഒന്നുകിൽ ജഡ്ജ്മെന്റ് ഡയറക്ടറെ സിവിൽ പ്രിസണിൽ ഡിറ്റെയിൻ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അറ്റാച്ച്മെന്റും സെയിലും കൂടെ ഇത് നടത്താം. ജഡ്ജ്മെന്റ് ഡയറക്ടറുടെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്തിട്ട് സെയിൽ നടത്താം. ഇതില്ല എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ ഒന്നിച്ച്, ഇതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് വേണമെങ്കിലും ചെയ്യാം. ഏതാണ്? ഡിറ്റൻഷനും അറ്റാച്ച്മെന്റും സെയിലും. ഈ രണ്ട് അറ്റാച്ച്മെന്റ് ആൻഡ് സെയിൽ ഒന്നിച്ചാണ് പറയുന്നത്. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും സെയിൽ ചെയ്തിരിക്കണം. അപ്പൊ അറ്റാച്ച്മെന്റ് സെയിൽ എന്ന് പറയുന്നത് രണ്ടെണ്ണമല്ല, ഒന്ന് തന്നെയാണ്. അപ്പം ജഡ്ജ്മെന്റ് ഡയറക്ടറെ നമ്മൾ സിവിൽ പ്രിസണില് എന്ത് ചെയ്തു? ഡീറ്റെയിൻ ചെയ്തിട്ട് അതിനടുത്ത പടി എന്ന് പറയുന്നത് അതല്ല, ഈ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ സെയിൽ ഓഫ് ജഡ്ജ്മെന്റ് ഡയറക്ടേഴ്സ് പ്രോപ്പർട്ടി, അത് വേണം ആവാം. അതും അല്ല എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടെ സൈമിൾട്ടേനിയസ്ലി നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു മണി ഡിഗ്രിയുടെ എക്സിക്യൂഷന് നമ്മൾ ചെയ്യേണ്ട സംഭവം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മണി ഡിഗ്രി എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്ത് കിട്ടേണ്ട മോഡ്. ഫസ്റ്റ് മോഡാണ് മണി ഡിഗ്രി. അതിന്റെ ആ മണി ഡിഗ്രി എങ്ങനെ എക്സിക്യൂട്ട് ചെയ്ത് കിട്ടുന്നു എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, ഇത് മണി ആക്ച്വലി ശരിക്കും എന്താണ് മണി എന്ന് പറയുന്നത്? ഒരു മൂവബിൾ പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഒരു സ്പെസിഫിക് മൂവബിൾ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ അത് റൂൾ 31 ഓഫ് ഓർഡർ 21 ആണ്. ഓർഡർ 21 ഇതിനകത്ത് എല്ലാം എന്താണ് നമ്മൾ റൂൾ 31 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ 21 റൂൾ 31 എന്ന് വായിക്കണം. ഓർഡർ 21 റൂൾ 31. ഇപ്പൊ എല്ലാപ്പോഴേക്ക് അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇത് മാത്രമായിട്ട്. അപ്പൊ നമ്മൾ വായിക്കേണ്ട അങ്ങനെ ചെയ്താൽ മതി. ഇതെല്ലാം എക്സിക്യൂഷനകത്ത് പറഞ്ഞിരിക്കുന്നത് എല്ലാം ഓർഡർ 21-നകത്തുള്ളതാണ്. പിന്നെ സെക്ഷൻ മാത്രമേ ഉള്ള വ്യത്യാസം ഉണ്ടെന്നെങ്കിൽ സെക്ഷൻ അതിന് പ്രിഫിക്സ് ആയിട്ട് ചേർക്കേണ്ടി വരുന്നത്. ബാക്കി എല്ലാം റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ 21-ന്റെ റൂൾ തന്നെയാണ്. സോ സ്പെസിഫിക് മൂവബിൾ പ്രോപ്പർട്ടി, അത് അതിന് അഗൻസ്റ്റ് ആയിട്ട് ഒരു ഡിഗ്രി നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തു. അപ്പൊ ഡിഗ്രി ഹോൾഡർക്ക് അനുകൂലമായിട്ട് അവിടെ വന്നു. അപ്പൊ ഡിഗ്രി ഹോൾഡർ എന്ത് ചെയ്യണം? ഈ ജഡ്ജ്മെന്റ് ഡയറക്ടറുടെ കയ്യിൽ നിന്നും ഇത് എക്സിക്യൂട്ട് ചെയ്ത് വാങ്ങിക്കണം. അപ്പൊ എങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഇതിനകത്ത് വരുന്നത്? അപ്പൊ എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്യേണ്ടത്? അപ്പം ഡിഗ്രി പെർട്ടൈൻസ് ടു എ സ്പെസിഫിക് മൂവബിൾ ഐറ്റം, അല്ലെന്നുണ്ടെങ്കിൽ ഷെയറും ആവാം. മൂവബിൾ പ്രോപ്പർട്ടിക്കകത്ത് ഇപ്പൊ ഗോൾഡ് മരിച്ചുപോയി കഴിഞ്ഞ ശേഷമുള്ള ഗോൾഡിന്റെ പാർട്ടീഷനാണ്, ഗോൾഡിന്റെ പൊസഷനാണ്, ഗോൾഡിന്റെ ഓണർഷിപ്പ് ആണ്. അപ്പൊ
അതിനെ പറ്റിയുള്ള ഒരെണ്ണമാണ്. അപ്പൊ അത് മൂവബിൾ പ്രോപ്പർട്ടി ആണല്ലോ. അല്ലെങ്കിൽ അത് ഷെയർ, അതും ഒരു മൂവബിൾ പ്രോപ്പർട്ടിയാണ്. അപ്പം നമ്മൾ അത് എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്തെടുക്കുക? ഫസ്റ്റ് അത് സീഷർ ചെയ്യുക. പിന്നെ അതിന്റെ ആക്ച്വൽ ഡെലിവറി. അപ്പോൾ ആക്ച്വൽ ഡെലിവറി എന്ന് പറയുന്നത് എല്ലാം ആക്ച്വൽ ഡെലിവറി ചിലപ്പോൾ നടത്താൻ പറ്റിയെന്ന് തരത്തില്ല. ആക്ച്വൽ ഡെലിവറി ഇപ്പം മൂവബിൾ പ്രോപ്പർട്ടി ഒരു എന്താണ് പേറ്റന്റ് ആണ്. അത് എന്താണ് ഡെലിവറി നടത്താൻ പറ്റത്തില്ല. അത് ശരിക്കും അങ്ങനെ ഡെലിവറി നടത്താൻ പറ്റുന്ന ഒരു ടാൻജിബിൾ സാധനമല്ലല്ലോ. ടാൻജിബിൾ ആയിട്ടുള്ള ഒരു മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിലോ ഓക്കെ, നമുക്കത് ഡെലിവറി നടത്താം. അപ്പൊ സീഷ്യൂർ ആൻഡ് ആക്ച്വൽ ഡെലിവറി ഓഫ് ദ പ്രോപ്പർട്ടി ഇഫ് ഫീസിബിൾ, അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണെങ്കിൽ, ആക്ച്വൽ ഡെലിവറി നടത്താൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആക്ച്വൽ സീഷ്യൂർ ആൻഡ് ആക്ച്വൽ ഡെലിവറി എവിടുന്നാണ് ചെയ്യുന്ന? എവിടുന്ന? ജഡ്ജ്മെന്റ് ഡെപ്റ്ററുടെ കയ്യിൽ നിന്നും സീഷ്യൂർ ചെയ്യാം. ഇത് ആരിലേക്കാണ് സീഷ്യൂർ ചെയ്ത് എടുക്കുന്നത്? കോടതിയുടെ കസ്റ്റഡിയിലേക്കാണ്, കോർട്ടിന്റെ കസ്റ്റഡിയിലേക്കാണ് ഇത് സീഷ്യൂർ ചെയ്തെടുക്കുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് ഡിറ്റൻഷൻ ഓഫ് ജഡ്ജ്മെന്റ് ഡെപ്റ്റർ. ഈ മേൽ പറഞ്ഞിരിക്കുന്ന സെയിം സാധനങ്ങളാണ് പറയുന്നത്. ഡിറ്റൻഷൻ ഓഫ്, നമ്മൾ ഏതെങ്കിലും ഒരു സാധനം നന്നായിട്ട് പഠിച്ചാൽ മതി, ബാക്കിയെല്ലാം അതിനനുസരിച്ച് അതുപോലെ തന്നെ ഡിറ്റോ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ എക്സാമിന് എഴുതുമ്പോഴൊക്കെ ഒരു പ്രയാസവും ഇല്ലാതെ നമ്മൾക്ക് എന്താണ് ലെങ്ത് കൂട്ടാൻ, നമ്മുടെ കണ്ടന്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സംഭവം, ഏതെങ്കിലും ഒന്ന് രണ്ട് സെക്ഷൻസ്, ഒന്ന് രണ്ട് റൂൾസ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാം അതുപോലൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടെ പേയ്മെന്റ് ഓഫ് മണിയുടെ ആണ് ആ മോഡുകൾ. ആ മോഡ്, ഫസ്റ്റ് മോഡ് എന്ന് പറയുന്നത് പേയ്മെന്റ് ഓഫ് മണിയാണ്. അതിന്റെയും സ്പെസിഫിക് മൂവബിൾ പ്രോപ്പർട്ടിയുടെ എന്താണ് എക്സിക്യൂഷൻ ആണെങ്കിൽ അതും ഏകദേശം ഒക്കെ ഒരുപോലെ തന്നെ. ഇവിടെ സീഷ്യൂർ കൂടെ വരുന്നേ ഉള്ളൂ. അപ്പൊ എന്താ സീഷ്യൂർ ആൻഡ് ആക്ച്വൽ പ്രോപ്പർട്ടി, ആക്ച്വൽ ഡെലിവറി ഓഫ് ദ പ്രോപ്പർട്ടി ഫീസിബിൾ. രണ്ടാമത്തേത്, ഫസ്റ്റ് വണ്ണിന്റെ ആദ്യത്തെ സാധനം ഡിറ്റൻഷൻ ഓഫ് ജഡ്ജ്മെന്റ് ഡെപ്റ്റർ. ഇനി ഫസ്റ്റ് വണ്ണിന്റെ രണ്ടാമത്തെ സംഭവം അറ്റാച്ച്മെന്റ്. ദെൻ പിന്നെ കോമ്പിനേഷൻ ഓഫ് ഡിറ്റൻഷൻ ആൻഡ് അറ്റാച്ച്മെന്റ്. ഇത് രണ്ടും കൂടെ ചെയ്ത് വേണമെങ്കിലും നമുക്ക് ഈ സ്പെസിഫിക് മൂവബിൾ പ്രോപ്പർട്ടിക്ക് എഗൻസ്റ്റ് കിട്ടിയിരിക്കുന്ന ഒരു ഡിഗ്രി നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് വാങ്ങിക്കാം. ഇത് ഏത് റൂളിനകത്താണ് പറഞ്ഞിരിക്കുന്നത്? ഓർഡർ 21 റൂൾ 31 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ടെണ്ണം കഴിഞ്ഞു. ആദ്യത്തേത് പേയ്മെന്റ് ഓഫ് മണി, അത് ഓർഡർ 21 റൂൾ 30 ആണ്. രണ്ടാമത്തേത് എക്സിക്യൂഷൻ ഓഫ് ഡിഗ്രി അഗേൻസ്റ്റ് സ്പെസിഫിക് മൂവബിൾ പ്രോപ്പർട്ടി, അത് ഏതാണ്? ഓർഡർ 21 റൂൾ 31. അടുത്തേക്ക് പോവാം. തേർഡ് മോഡ്, സ്പെസിഫിക് പെർഫോമൻസ് ഇൻജങ്ഷൻ ഓർ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ്. നമ്മുടെ കോൺജുഗൽ റൈറ്റ്സില് ഇഷ്ടംപോലെ എന്താണ് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ്, അതേപോലെ അവിടെ പല സാധനങ്ങൾ ഡൈവോഴ്സിന് മുമ്പാണ് കോൺജുഗൽ റൈറ്റ്സിന്റെ റെസ്റ്റിറ്റ്യൂഷൻ വരുന്നത്. അപ്പം അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഇഷ്ടം പോലെ കേട്ടിട്ടുള്ള കോൺജുഗൽ റൈറ്റ്സിന്റെ റെസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് നമുക്കറിയാം. കോൺജുഗൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവരുടെ അന്യോന്യമുള്ള എന്താണ് മാരിറ്റൽ റൈറ്റ്സ് ആണ് കോൺജുഗൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ റെസ്റ്റിറ്റ്യൂഷൻ അത് നേടിയെടുക്കുക എന്നുള്ളത്. അപ്പൊ അതിനുവേണ്ടി ഇൻജെക്ഷൻ വരാം, അതിന്റെ സ്പെസിഫിക് പെർഫോമൻസ് വരാം. അപ്പം അത് അങ്ങനെ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്ന ഡിഗ്രി ഹോൾഡർക്ക് അത് എന്താ എക്സിക്യൂട്ട് ചെയ്ത് കിട്ടണം. എക്സിക്യൂട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന ആപ്ലിക്കേഷൻ അനുസരിച്ച് നടത്തുന്ന എക്സിക്യൂഷൻ, അതിന്റെ മോഡ് ഓഫ് എക്സിക്യൂഷൻ ആണ് സ്പെസിഫിക് പെർഫോമൻസ് ഇൻജങ്ഷൻ ഓർ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് നോക്കിക്കഴിഞ്ഞാല് ഇഫ് ദ ഡിഗ്രി ഓർഡേഴ്സ് specific performance injunction or restoration of conjugal rights and it is willfully disobeyed, മനഃപൂർവ്വം അത് ഡിസൊബേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഓർഡർ ഒരു ഡിഗ്രി എന്താ സംഭവിച്ചത്? ഡിഗ്രി സ്പെസിഫിക് പെർഫോമൻസിന് വേണ്ടിയിട്ട് ഇൻജങ്ഷന് വേണ്ടി അല്ലെങ്കിൽ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സിന് വേണ്ടിയിട്ട് ഒബ്റ്റെയിൻ ചെയ്തിട്ടുള്ളത് വിൽഫുള്ളി ഡിസൊബേ ചെയ്യുകയാണ്, മനഃപൂർവ്വം അയാള് ഡിസൊബേ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ
എന്താണ് അന്നേരമാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഈ മോഡ് നമ്മൾ എടുത്തങ്ങോട്ട് ഉപയോഗിക്കേണ്ടത്. ഇവിടെ എന്താണ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഇതെല്ലാം ഒരുപോലെ തന്നെയാണെന്ന് പറഞ്ഞല്ലോ. ഡിറ്റൻഷൻ, ആ ഡിഗ്രി ജഡ്ജ്മെന്റ് ഡെപ്റ്ററെ എന്ത് ചെയ്യണം? ഡിറ്റൻഷൻ, സിവിൽ പ്രിസണിലെ ഡിറ്റൻഷൻ ചെയ്യാം, അറ്റാച്ച്മെന്റ് നടത്താം, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ചെയ്യാം. ഇനിയും നമ്മൾ ഈ കോർപ്പറേറ്റ് ബോഡി, നമ്മൾ ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുന്ന ഒരു സാധനം പഠിച്ചല്ലോ. അതും നമ്മളുടെ അഡ്വക്കേറ്റിന്റെ അഡ്വക്കസിക്കകത്ത് അഡ്വക്കേറ്റ് ആക്ടിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു. BCI എന്ന് പറയുന്നതും സ്റ്റേറ്റ് ബോർഡ് എന്ന് പറയുന്നതൊക്കെ ബോഡി കോർപ്പറേറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഉള്ള ബോഡി കോർപ്പറേറ്റ് ആയിട്ടുള്ള സാധനങ്ങളിൽ അതിന് അഗൻസ്റ്റ് ആയിട്ടും ഈ സെയിം സാധനങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെയൊക്കെ സ്പെസിഫിക് പെർഫോമൻസ് അല്ലെങ്കിൽ ഇൻജങ്ഷൻ. ഫോർ കോർപ്പറേഷൻ ദ പ്രോപ്പർട്ടി മേ ബി അറ്റാച്ച്ഡ് ഓർ directors or officers can be detained or both can be done. ഇനി കോർപ്പറേഷൻ ആണെങ്കിൽ, പേഴ്സൺ ആണെങ്കിലാണ്, ഒരു പേഴ്സൺ ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ മാത്രമാണ് നമ്മള് എന്താ ഡിറ്റൻഷൻ, അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ബോത്ത് എന്ന് പറയുന്നത്. ഇനി ഒരു ലീഗൽ പേഴ്സൺ, കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ലീഗൽ പേഴ്സൺ ആണ്, മറ്റൊരു ഹ്യൂമൻ, ഒരു ഇൻഡിവിജ്വൽ ഹ്യൂമൻ പേഴ്സൺ ആണ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ലീഗൽ പേഴ്സൺ, ഒരു കോർപ്പറേഷനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? വേണമെങ്കിൽ ഡയറക്ടർ അല്ലെങ്കിൽ ഓഫീസർ, കൺസേൺഡ് ആയിട്ടുള്ള ഓഫീസർ ഉണ്ടാവല്ലോ, അദ്ദേഹത്തെ ഇത് ചെയ്യാം, എന്ത് ചെയ്യാം? ഡീറ്റെയിൻ ചെയ്യാം. അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി അല്ല, പേഴ്സണൽ പ്രോപ്പർട്ടി അല്ല അറ്റാച്ച് ചെയ്യുന്നത്, കോർപ്പറേഷൻ പ്രോപ്പർട്ടി ആയിരിക്കും അറ്റാച്ച് ചെയ്യുന്നത്. അത് മാത്രമേ അവിടെ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ മോഡ്, ആദ്യത്തെ മോഡ് എന്തായിരുന്നു? ഫസ്റ്റ് മോഡ് പേയ്മെന്റ് ഓഫ് മണി. രണ്ടാമത്തേത് ഡിഗ്രി ഒബ്റ്റെയിൻഡ് ഫോർ സ്പെസിഫിക് movable property. ഡിഗ്രി ഒബ്റ്റെയിൻഡ് അഗൈൻസ്റ്റ് സ്പെസിഫിക് മൂവബിൾ പ്രോപ്പർട്ടി. മൂന്നാമത്തെ സംഭവം എന്തായിരുന്നു? സ്പെസിഫിക് പെർഫോമൻസ്, ഇൻജങ്ഷൻ ഓർ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ്. അത് റൂൾ 32 മുതൽ 33 വരെ ഉള്ള ഓർഡർ 21-ലാത്തെ റൂൾ 32 മുതൽ 33 വരെ പറഞ്ഞിരിക്കുന്നത്, അല്ലെ 32 and 33 ആണ് ഈ സംഭവം പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ മോഡ് ഓഫ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ മോഡ് ഓഫ് എക്സിക്യൂഷൻ. നമ്മൾ ഇൻസ്ട്രുമെന്റ് എന്താണെന്ന് പഠിച്ചു, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്താണെന്ന് അറിയാം. ഇനി ഒരു ഡോക്യുമെന്റ് എന്താണെന്ന് അറിയാം. എന്താണ്? സെയിൽ ഡീഡ്, അങ്ങനെയുള്ള ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു അഗ്രിമെന്റ്. ആ സാധനങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്ത് അതിന് അഗൻസ്റ്റ് ആയിട്ട് ഒരു ഡിഗ്രി ഹോൾഡർ ഒബ്റ്റെയിൻ ചെയ്തു. അപ്പം ഡിഗ്രി ഹോൾഡർ ഒബ്റ്റെയിൻ ചെയ്യുമ്പോൾ എന്ത് വേണം? മറ്റേ ആള് അത് റിയലൈസ് ചെയ്തിരിക്കണം. ആ ഡിഗ്രിക്കകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണ് സാറ്റിസ്ഫൈ ചെയ്യണം. സാറ്റിസ്ഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ എക്സിക്യൂഷൻ, ആ ഡോക്യുമെന്റ് എക്സിക്യൂട്ട് ചെയ്ത്, ഡോക്യുമെന്റ് പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾ എക്സിക്യൂട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്, ചെക്ക് തന്നിട്ടുണ്ട്, ആ പ്രോമിസർ നോട്ട് തന്നിട്ടുണ്ട്, അത് നമ്മൾ ഓൺ ഡിമാൻഡ് അത് എൻകാഷ് ചെയ്യണം. നടന്നിട്ടില്ല എന്നുണ്ടെങ്കിലുള്ള സംഭവമാണ് റൂൾ 34 ഓർഡർ 21. റൂൾ 34 ഓർഡർ 21 അത് നാലാമത്തെ എന്താണ്? മോഡ് ഓഫ് എക്സിക്യൂഷൻ ആണ്. മൂന്നെണ്ണം നേരത്തെ നമ്മൾ പഠിച്ചു, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നാലാമത്തത് എന്താണ്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. എന്താണ്? ഒരു ഡെപ്റ്റർ റെഫ്യൂസ് ചെയ്യുക. ഡെപ്റ്റർ റെഫ്യൂസ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ആ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഡിഗ്രിക്കകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എക്സിക്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എൻഡോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ വിസമ്മതിക്കുക, റെഫ്യൂസ് ചെയ്യുക ആ ഡെപ്റ്റർ. അപ്പൊ എന്ത് ചെയ്യും? ഈ സംഭവങ്ങളൊക്കെ നടക്കും. എന്താണ്? ഡിഗ്രി ഹോൾഡർ ഡ്രാഫ്റ്റ്സ് ദ ഡോക്യുമെന്റ് ഓർ ഇൻസ്ട്രുമെന്റ്. The degree holder drafts the document or instrument. The court approves and edits it. നമ്മള് ഡിഗ്രി ഹോൾഡർ ആണ് എന്താണ്? പ്രോപ്പർട്ടി സെയിൽ ഡീഡ് അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അങ്ങനെയുള്ള ഒരു ഡീഡ് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്യുമെന്റ് ഡിഗ്രിക്കകത്ത് പറഞ്ഞിരിക്കുന്ന ആ ഡോക്യുമെന്റ് ഡ്രാഫ്റ്റ് ചെയ്യും. ഡ്രാഫ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രുമെന്റ്, ചെക്ക് ആണെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രുമെന്റ് അത് ഡ്രാഫ്റ്റ് ചെയ്യും. കോർട്ട് എഡിറ്റ് ചെയ്തിട്ട് അപ്രൂവ് ചെയ്യും. Then an authorized officer,
ഓതറൈസ്ഡ് ഓഫീസർ ആയിട്ടുള്ള ആള് സൈൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യും. അതിന് ശേഷം അതിന്റെ എന്താണ് അതിന്റെ ഇഫക്റ്റ് ഈ ജഡ്ജ്മെന്റ് ഡെപ്റ്ററിൽ നിന്നും ഹോൾഡറിലേക്ക് ഡിഗ്രി ഹോൾഡറിലേക്ക് ക്യാരി ഓവർ ചെയ്യും. അതിന്റെ എഫക്റ്റ് അദ്ദേഹത്തിന്, അതിന്റെ ബെനിഫിറ്റ് അദ്ദേഹത്തിന് കിട്ടും. ആർക്ക്? ഡിഗ്രി ഹോൾഡറിന് ജഡ്ജ്മെന്റ് ഡെപ്റ്ററിൽ നിന്നുള്ള എൻജോയ്മെന്റ്, ആ ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ എൻജോയ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കിട്ടും. അതാണ് നാലാമത്തത്. അപ്പൊ ഇത്രയും നമ്മൾ മൂവബിൾ പ്രോപ്പർട്ടി ആണ് ഏകദേശം അല്ലെ. ഈ സംഭവങ്ങളെല്ലാം മൂവബിൾ പ്രോപ്പർട്ടിയാണ്. പേയ്മെന്റ് ഓഫ് മണി, സ്പെസിഫിക് മൂവബിൾ പ്രോപ്പർട്ടി, അതിനകത്ത് പ്രോപ്പർട്ടിക്കകത്ത് എന്താണ്, ഏതെങ്കിലും ഒരു മൂവബിൾ ഐറ്റം അല്ലെങ്കിൽ ഷെയർ ആണ് സ്പെസിഫിക് മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി എന്താണ് ചില റൈറ്റ്സ്, അതാണ് സ്പെസിഫിക് പെർഫോമൻസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത്. നാലാമത്തെ എന്താണ്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഡോക്യുമെന്റ് ആ ഫസ്റ്റ് മൂന്നെണ്ണത്തിനകത്ത് ഒരുപോലെ ആയിരുന്നു. ഡിറ്റൻഷൻ, അറ്റാച്ച്മെന്റ് എന്നൊക്കെ പറഞ്ഞ ആ സംഭവങ്ങളാണ്. ഇവിടെ വരുമ്പോ എന്താണ്, ഡിഗ്രി ഹോൾഡർ ആ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ഡ്രാഫ്റ്റ് ചെയ്യും, കോടതി എഡിറ്റ് ചെയ്തിട്ട് അപ്രൂവ് ചെയ്യും, പിന്നെ ഒരു ഓതറൈസ്ഡ് ഓഫീസറെ കൊണ്ട് അത് എക്സിക്യൂട്ട് ചെയ്യിക്കും. അപ്പൊ ആ ഇഫക്റ്റ്, അതിന്റെ ബെനിഫിറ്റ് എന്താണ്, ഡിഗ്രി ഹോൾഡറിലേക്ക് ജഡ്ജ്മെന്റ് ഡെപ്റ്ററിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട് കിട്ടും. അതാണ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നാലാമത്തെ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇനി 5, അത് അത്രയും എന്താണ് ഏകദേശം മൂവബിൾ പ്രോപ്പർട്ടി. ഇനി ഈ മൂവബിൾ പ്രോപ്പർട്ടി റൂൾ 35 and 36, റൂൾ 35 and 36 ഓഫ് ഓർഡർ 21 എന്ന് പറയുന്നതാണ് ഇത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്ക് അഗൻസ്റ്റ് ആയിട്ട് ഒരു ഡിഗ്രി നമ്മൾ ഡിഗ്രി ഹോൾഡർ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിഗ്രി ജഡ്ജ്മെന്റ് ഡെപ്റ്ററിൽ നിന്നും നമ്മൾ എക്സിക്യൂട്ട് ചെയ്തെടുക്കുന്ന ആ സംഭവമാണ് ഏത്? അഞ്ചാമത്തേത്. അപ്പം അഞ്ചാമത്തെ ഏതായിരുന്നു? ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇതിന്റെ റെക്കോർഡിങ് ഞാൻ തരാം, പ്രശ്നമില്ല, പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്താണ്? റൂൾ 35 and 36. Rule 35 and 36. For decretal delivery of land or buildings. ഏതാണ്? ഡെലിവറി ഓഫ് ലാൻഡ് അല്ലെങ്കിൽ ബിൽഡിങ്സ് ഡിഗ്രിയിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് ഡിക്രീറ്റൽ ഡെലിവറി, ഡിഗ്രിക്കകത്ത് പറഞ്ഞിരിക്കുന്ന ലാൻഡിന്റെ അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ ഡെലിവറി, ഡിക്രീറ്റൽ ഡെലിവറി ഓഫ് ലാൻഡ് ഓർ ബിൽഡിങ്സ്, അതാണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്ക് അഗൻസ്റ്റ് ആയിട്ടൊരു ഡിഗ്രി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡിഗ്രി ഹോൾഡർ ജഡ്ജ്മെന്റ് ഡെപ്റ്ററിൽ നിന്നും എക്സിക്യൂട്ട് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ്. അത് ഏത് റൂൾസിനകത്താണ് പറഞ്ഞിരിക്കുന്നത്? റൂൾസ് 35-ഉം 36-ഉം ഓർഡർ 21-ന്റെ റൂൾ 35-ഉം 36-ഉം ആണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ഡിഗ്രി എക്സിക്യൂട്ട് ചെയ്യുന്ന മോഡ് എന്ന് പറയുന്നത്. അപ്പൊ അടുത്തത് 6. അറ്റാച്ച്മെന്റ് ആൻഡ് സെയിൽ ഓഫ് പ്രോപ്പർട്ടി. അപ്പം ഇതിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ചില സെക്ഷൻസ് ഏതൊക്കെ സെക്ഷൻസ് ആണ്? 60, 61. സെക്ഷൻ 60 and 61-ഉം അതുപോലെ റൂൾസ് 41 to 59 ഓഫ് ഓർഡർ 21. ഇതാണ് അറ്റാച്ച്മെന്റ് ആൻഡ് സെയിൽ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അറ്റാച്ച്മെന്റ് 6ാമത്തെ മോഡ് ഓഫ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത് അറ്റാച്ച്മെന്റ് ആൻഡ് സെയിൽ ഓഫ് പ്രോപ്പർട്ടി ആണ്. അത് ഏത് സെക്ഷൻസിനകത്താണ് പറഞ്ഞിരിക്കുന്നത്? 60 മുതൽ 61 വരെയുള്ള സെക്ഷൻസിനകത്താണ് പറഞ്ഞിരിക്കുന്നത്. ഓർഡർ ഏതിലാണ്? ഓർഡർ 21, റൂൾസ് 41 to 59. ഞാൻ ഒരു ക്ലാസ് എടുത്ത സമയത്ത് ഈ സാധനങ്ങളെല്ലാം വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എടുക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് വേണ്ട എന്ന് പലരും സജഷൻ നടത്തി. അതുകൊണ്ടാണ് ഈ റൂൾ സെക്ഷൻ 30, 16, 61 എന്താണെന്നും 41 to 49 എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നും സ്പെസിഫിക് ആയിട്ട് പറയാതെ പോകുന്നത്. അപ്പൊ നമുക്കൊരു ഓവർവ്യൂ മതി, അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് മാത്രമായിട്ട് ചെയ്തു പോകുന്നത്. അപ്പം എന്താ? ഓക്കെ, താങ്ക് യു. ദെൻ അറ്റാച്ച്മെന്റ് ആൻഡ് സെയിൽ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സെക്ഷൻ 60 to 61-ഉം റൂൾസ് 41 to 59-ഉമാണ്. 7ാമത്തെ സംഭവം അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ.
അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ഏത് സെക്ഷൻസിനകത്താണ് പറഞ്ഞിരിക്കുന്നത്? 55 to 59 അതേപോലെ തന്നെ ഓർഡർ 21 37 to 40 ഇതാണ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ പറഞ്ഞിരിക്കുന്നത്. അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ അവിടെ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് അലൗസ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ സബ്ജക്ട് ടു സർട്ടൻ സേഫ് ഗാർഡ്സ്. ഈ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യുന്ന ചില സേഫ് ഗാർഡ്സ് ഉണ്ട്. അതൊന്നും നിങ്ങൾ നോക്കിയേക്കണം. ഇപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു ഷോക്ക് ഹൗസ് നോട്ടീസ് കൊടുക്കണം. റൂൾ 37 അനുസരിച്ച് ഷോക്ക് ഹൗസ് നോട്ടീസ് കൊടുക്കണം. അറസ്റ്റ് ചെയ്യുന്ന ആളിന് എന്താണ് അവിടെ റൂൾ 39 അനുസരിച്ച് സബ്സിസ്റ്റൻസ് അലവൻസ് കൊടുക്കണം. നമ്മൾ അടുത്ത ടോപ്പിക് സബ്സിസ്റ്റൻസ് അലവൻസ് ആണ്, അത് ഉടൻ തന്നെ എടുക്കുന്നതാണ്. അടുത്ത ക്ലാസ്സിലായിട്ട് അത് എടുക്കാം. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ സംഭവം? എന്താ? subsistence allowance must be paid for the prisoner for maintenance. പിന്നെ അതേപോലെ women cannot be arrested for money degree and other protections are to be applied. certain application ഉണ്ട്, certain protections application എവിടെയുണ്ട്? വിമനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്തുണ്ട്. അപ്പം അറ്റാച്ച്മെന്റ് ആൻഡ് സെയിൽ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സെക്ഷൻ 61 പറയുന്നു. അതേപോലെ ഓർഡർ 21 റൂൾസ് 41 മുതൽ 59 പറയുന്നു. ദെൻ അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ അത് പറയുന്ന സെക്ഷൻസ് ഏതൊക്കെയാണ്? അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ പറയുന്ന സെക്ഷൻസ് സെക്ഷൻ 59, 55 to 59. അതേപോലെ തന്നെ ഓർഡർ 21 റൂൾ 37 to 40 ആ സംഭവമാണ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ. അതില് ചെയ്യേണ്ട കാര്യങ്ങള് ഷോക്ക് ഹൗസ് കൊടുക്കണം, സബ്സിസ്റ്റൻസ് അലവൻസ് കൊടുക്കണം, പ്രിക്കോഷൻസ് എടുക്കണം. ഷോക്ക് ഹൗസ് കൊടുക്കണം, സബ്സിസ്റ്റൻസ് അലവൻസ് വേണം, അതേപോലെ സർട്ടൻ പ്രിക്കോഷൻസ് വേണം. അപ്പൊ അത്രയും കഴിഞ്ഞു. എട്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് അപ്പോയിന്റ്മെന്റ് ഓഫ് റിസീവർ. അപ്പോയിന്റ്മെന്റ് ഓഫ് റിസീവർ എങ്ങനെ? അത് ഏത് സെക്ഷനകത്താണ് പറഞ്ഞിരിക്കുന്നത്? സെക്ഷൻ 51(1)(d)ക്കകത്താണ് അപ്പോയിന്റ്മെന്റ് ഓഫ് റിസീവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കോർട്ട് മേ അപ്പോയിന്റ് എ റിസീവർ ടു മാനേജ് ഓർ പ്രിസർവ് പ്രോപ്പർട്ടി വെൻ അതർ മോഡ്സ് ഓഫ് എക്സിക്യൂഷൻ ആർ ഇൻഇഫക്റ്റീവ്. അപ്പം റിസീവറെ എപ്പോഴാണ് സംഭവം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതി വരുമ്പോ ആണ് റിസീവറെ അവിടെ കൊണ്ടുവന്നിട്ട് വെക്കുന്നത്. പല കാര്യങ്ങൾക്കും റിസീവറെ വെച്ച ഉദാഹരണങ്ങളുണ്ട്. അപ്പം നമ്മൾക്ക് നമ്മുടെ ഒരു മോഡ് ഓഫ് എക്സിക്യൂഷൻ നമ്മുടെ പർട്ടിക്കുലർലി നമ്മുടെ ഇതിലേക്ക് ടോപ്പിക്കിനകത്തേക്ക് വന്ന് എക്സാം ടോപ്പിക്കിനകത്ത് നിന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഇത്ര മതി. അപ്പോയിന്റ്മെന്റ് ഓഫ് റിസീവർ, ദാറ്റ് ഈസ് എ മോഡ് ഓഫ് എക്സിക്യൂഷൻ. അത് ഏതിലെ സെക്ഷനകത്താണ് പറയുന്നത്? 51(1)(d)ക്കകത്താണ് പറയുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് കോർട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്? എന്തിനാണ്? മാനേജ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി അന്യാധീനപ്പെട്ടു പോകും, അത് നല്ല രീതിയിൽ അല്ല ഉപയോഗിക്കുക. ട്രസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രസ്റ്റി കറക്റ്റ് ആയിട്ട് അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡിഗ്രി വരും. അവിടെ ഒരു റിസീവറെ അപ്പോയിന്റ് ചെയ്യും. ആ റിസീവർ ആണ് പിന്നെ ട്രസ്റ്റി ആയിട്ട് നിന്ന് അതിന്റെ ബെനിഫിഷ്യറിക്ക് ട്രസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ അവിടെ ഓപ്പറേഷൻസ് എന്താണ് അതിന്റെ ഫങ്ഷൻസ്, ആ ട്രസ്റ്റിന്റെ ഫങ്ഷൻസ് ചെയ്യേണ്ടത്. അപ്പം അതും അതിനടുത്തത് ഇത് ഡിസ്ക്രിഷണറി അതുപോലെ എക്സെപ്ഷണൽ എന്ന് വേണേൽ പറയാം. ഒമ്പതാമത് ക്രോസ് ഡിഗ്രീസ്, ക്രോസ് ക്ലെയിംസ് ആൻഡ് അതർ അഡീഷണൽ മോഡ്സ്. ക്രോസ് ഡിഗ്രീസ്, ക്രോസ് ക്ലെയിംസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഇഫ് പാർട്ടീസ് ഹോൾഡ് ഡിഗ്രി അഗൈൻസ്റ്റ് ഈച്ച് അതർ സാറ്റിസ്ഫാക്ഷൻ മേ ബി അലൗഡ് ബൈ സെറ്റ് ഓഫ്, അല്ലെന്നുണ്ടെങ്കിൽ എക്സിക്യൂഷൻ ഓഫ് ലാർജർ ഡിഗ്രി ഓൺലി. അപ്പൊ എന്താണ് ക്രോസ് കൗണ്ടർ ക്ലെയിം, സെറ്റ് ഓഫ്, ഇതൊക്കെ പഠിച്ചിട്ടുള്ള അല്ലെ? അപ്പം ക്രോസ് ഡിഗ്രി അല്ലെങ്കിൽ ക്രോസ് ക്ലെയിംസ് വരുവാണെന്നുണ്ടെങ്കിൽ എന്താണ് അഗൈൻസ്റ്റ് ഈച്ച് അതർ ആണെന്നുണ്ടെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ സെറ്റ് ഓഫ് വെച്ചിട്ട് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ നടത്താം, കൗണ്ടർ ക്ലെയിം വെച്ചിട്ട് സാറ്റിസ്ഫാക്ഷൻ നടത്താം. അങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്ത് അപ്പൊ അത് ഡിസ്ചാർജ് ചെയ്ത് കിട്ടും, ആ പ്രശ്നത്തിൽ നിന്നും ലയബിലിറ്റിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് കിട്ടും. സോ അതാണ് ഒമ്പതാമത്തെ മോഡ് ഓഫ് എക്സിക്യൂഷൻ. ഇനി അതർ മോഡ്സ് ഓഫ് എക്സിക്യൂഷൻ നമുക്ക് ഇത്രയും ഒക്കെ ശരിക്കും നമുക്ക് 5 മാർക്സിന്റെ ഒരു ടോപ്പിക് ആണല്ലോ. അപ്പൊ ശരിക്കും ഇത്രയും നമുക്ക് മതി. അതർ മോഡ്സ് എന്ന് പറയുന്നത് പേയ്മെന്റ് ബൈ കോർട്ട്, ഡെപ്പോസിറ്റ് ഓർ ഔട്ട് ഓഫ് കോർട്ട് മെത്തേഡ്സ്, ADR ഉണ്ടാവും,
അങ്ങനെയുള്ള ഔട്ട് ഓഫ് കോർട്ട് പല സ്പീഡി മെഷേഴ്സ് ഉണ്ട്. അത് വല്ലതും നമുക്ക് അഡോപ്റ്റ് ചെയ്താൽ മതിയാവും. ഇനി പാർട്ടീഷൻ ഓഫ് പ്രോപ്പർട്ടി ബൈ കളക്ടർ സെക്ഷൻ 54 ആണ് പറയുന്നത്. എനി മോഡ് ഡീംഡ് അപ്രോപ്രിയേറ്റ് ബൈ ദ കോർട്ട് ബിയോണ്ട് ദോസ് സ്പെസിഫൈഡ്. അപ്പൊ എപ്പോഴും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു എല്ലാത്തിനകത്തും നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് എനി മോഡ് ഡീംഡ് അപ്രോപ്രിയേറ്റ് ബൈ ദ കോർട്ട് ബിയോണ്ട് ദോസ് സ്പെസിഫൈഡ്. അപ്പൊ ഇത്രയാണ് നമ്മളുടെ മോഡ് ഓഫ് എക്സിക്യൂഷൻ. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ടോപ്പിക് എക്സിക്യൂഷൻ എന്താണെന്ന് പറഞ്ഞു. എക്സിക്യൂഷനകത്ത് മൂവബിൾ പ്രോപ്പർട്ടിയാണ് ആദ്യം, അതിന്റെ എക്സിക്യൂഷൻ ആണ്. അതിന് അഗൻസ്റ്റ് കിട്ടിയിരിക്കുന്ന ഡിഗ്രിയുടെ എക്സിക്യൂഷൻ ആണ്. അതിലെ റൂൾ 30, 31. 30 എന്ന് പറയുന്നത് പേയ്മെന്റ് ഓഫ് മണിയുടെ ആണ്. 31 എന്ന് പറയുന്നത് സ്പെസിഫിക് മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ മണിയാണ്. ദെൻ സ്പെസിഫിക് പെർഫോമൻസ്, റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോഞ്ചുഗൽ റൈറ്റ്സ്, അങ്ങനെയൊക്കെ പറയുന്ന ആ സംഭവം റൂൾ 32 and 33 ഓഫ് ഓർഡർ 21. ഇതെല്ലാം ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിറ്റൻഷൻ, അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ രണ്ടും. ഇനി ബോഡി കോർപ്പറേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഡയറക്ടർ ആയിരിക്കും ഡിറ്റൻഷൻ ചെയ്യുന്നത്, ലീഗൽ പേഴ്സൺ ആയതുകൊണ്ട്. അത്ര മാത്രമേ അതിനകത്ത് ഓർത്തിരിക്കാനുള്ളൂ. എല്ലാം വളരെ സിമ്പിൾ ആണ്. ശരിക്കും നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്, ആ കൺസെപ്റ്റിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ഡിഫിക്കൽറ്റി അല്ലെന്നുണ്ടെങ്കിൽ പ്രയാസം എന്നുള്ള ആ ഒരു ഇതിലേക്ക് വരുന്നത്. അപ്പൊ നമുക്ക് ഇനി എപ്പോ വേണേലും ഇത് നോക്കാം. നിങ്ങൾ ഇതിനകത്ത് ഇവിടെ നിൽക്കണമെന്നില്ല, ഈ ക്ലാസ് കേൾക്കണമെന്നില്ല. ഞാൻ ഓൾറെഡി അത് അപ്ലോഡ് ചെയ്യാം. എന്തെങ്കിലും സജഷൻസ് വേണമെന്നുണ്ടെങ്കിൽ, ഫർദർ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പം നാലാമത്തേത് എന്താ? ഒരു ഡോക്യുമെന്റ് അല്ലെങ്കിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന് അഗൻസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ഡിഗ്രി എങ്ങനെ എൻഫോഴ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതും ഈ പറഞ്ഞിരിക്കുന്ന മൂന്നെണ്ണത്തിൽ നിന്ന് വ്യത്യാസമുണ്ട്. ഒരു ഡിഗ്രി ഹോൾഡർ എന്താണ് ഡ്രാഫ്റ്റ് ചെയ്യണം, ആ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ഡ്രാഫ്റ്റ് ചെയ്തിട്ട് കോർട്ട് എഡിറ്റ് ചെയ്ത് അപ്രൂവ് ചെയ്ത് ഓതറൈസ് ഓഫീസിലേക്ക് കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യിക്കുന്നു. അതാണ് അവിടെ വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മൂവ് പ്രോപ്പർട്ടിയിലേക്ക് പറഞ്ഞു. ബാക്കിയുള്ള ഏകദേശം സെയിം ആണ്. മൂവ് പ്രോപ്പർട്ടിയിലെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് റൂൾ 31-ഉം 35-ഉം 36-ഉം ആണ്. ഓർഡർ 21-ലെ 35-ഉം 36-ഉം ആണ്. അപ്പം ഈ അടുത്തത് അറ്റാച്ച്മെന്റ് ആൻഡ് സെയിൽ ഓഫ് പ്രോപ്പർട്ടി, അതും അങ്ങനെ തന്നെ. ദെൻ അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ. അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷനകത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഷോക്കോസ് കൊടുക്കണം, സബ്സിസ്റ്റൻസ് അലവൻസ് കൊടുക്കണം, പ്രിക്കോഷൻസ് എടുക്കണം. അത്രയുമാണ് ചെയ്യാനുള്ളത്. പിന്നെ അപ്പോയിന്റ്മെന്റ് ഓഫ് റിസീവർ, പിന്നെ ക്രോസ് ഡിഗ്രീസും ക്രോസ് ക്ലെയിംസും സെറ്റ് ഓഫ് ചെയ്തെടുക്കുന്ന ഇത്രയും മോഡ്സ് ഓഫ് എക്സിക്യൂഷൻ ആണ് ഉള്ളത്. ഫസ്റ്റ് ടോപ്പിക്ക് കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നല്ല രീതിയിൽ ഇത് നോക്കുക. എപ്പോൾ വേണേലും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ഇത് നിങ്ങൾക്ക് കിട്ടും. ഒരു പ്രശ്നമില്ല. എന്തായാലും ഇത് വാച്ച് ചെയ്യുക. ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്കും ക്ലാസ് വാച്ച് ചെയ്യാൻ പോകുന്നവർക്കും എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. നിങ്ങൾ മാക്സിമം ഇത് കാണാൻ ശ്രമിക്കുക, ഫുൾ കാണുക. ഓക്കെ, അടുത്ത വീഡിയോസ് എന്തായാലും ഉടൻ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾക്ക്. എനിവേ താങ്ക്സ്. ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.